ladies and gentlemen, welcome back to the world of Pal World. അപ്പോൾ നമ്മൾ ഇന്ന് പാൽ വേൾഡിൻ്റെ പാർട്ട് 4 അല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പുതിയൊരു പാലിനെ പിടിച്ച് ഇവൻ്റെ പേര് റഷ് ഓൾന്നാണ്. ഇവൻ്റെ മൈനിങ് ലെവൽ ഭയങ്കര കൂടുതലാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇവനെ ഞാൻ നോക്കിയിട്ട് ഇവനെ നമുക്ക് റൈഡ് ചെയ്യാനും പറ്റും. കണ്ടോ ഗൈസ്, ഇവനെ നന്നായി മൈൻ ചെയ്യുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിലോട്ട് നിന്നതാ കണ്ടു ഇങ്ങനെ ചാർജ് കണ്ട എവിടൊക്കെയോ ഗുദാമി പോയി ഇവൻ ഇടിക്കും. ഇവൻ്റെ മൈനിങ് ലെവൽ ഭയങ്കര കൂടുതൽ. ഇവിടെ മാമോദത്തുണ്ട്, അവരെയൊന്നും ഇപ്പം നമുക്ക് പിടിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാ ഇവിടെയുള്ള ഈ ബോസ് കണ്ടോ ഗൈസ്, എൻ്റെ പേരെന്തുവെന്ന് ചില്ലിയേറ്റ്. ഇവനെ പൊക്കണം. ഇവിടെ വേറെ 2-3 ബോസ് ഉണ്ട്. കിങ് പേക്ക അവനാത്. ഇവിടെ അതാ എന്തോ നില്ലുന്നില്ല. ഇവൻ്റെ അടുത്തായിട്ട് നമുക്ക് പെൻ കിങ് കൊള്ളാല. ഇവരൊക്കെ ആരാ ഗൈസ് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവരൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുന്ന പാൽസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേര്. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഡിസ്മൗണ്ട് ഇതെന്താണ് ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള പവർഫുൾ പാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്, നമ്മുടെ ഫോക്സ് പാർക്ക്. അവന് ഞാൻ 2 ട്രെയിനിങ് മാനുവലും 1 സ്കിൽ ഫ്രൂട്ടും ഒക്കെ കൊടുത്തായിരുന്നു. സോ അവന് ഇച്ചിരി പവറുണ്ട്. അവനെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചില്ലിയേറ്റിനെ അടിക്കാൻ പോകുന്നത്. ചില്ലിയേറ്റിനെ അടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കുറച്ച് സപ്ലൈസും കാര്യങ്ങളും ഒക്കെ വേണം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത്തേഡിയതിനെയാണ്. അവനെ നമുക്ക് പോയി ക്യാപ്ചർ ചെയ്യണം. ഇത്തേഡിയനെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചില്ലിയേറ്റിനെ അടിക്കാൻ പോകണം. നമ്മുടെ ബേസ് എവിടെ ആയിരുന്നടേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇപ്പോൾ ഒന്ന് ബേസിലൊക്കെ വന്ന് സെറ്റപ്പ് ആയതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പവർഫുൾ പാല് നമ്മുടെ വാട്ടർ ഒഴിക്കാൻ നമുക്ക് ടീഫെൻറ്റിനെ ഇറക്കി വിടാം. എന്നിട്ട് പകരം നമുക്ക് പെൻഗുലറ്റിനെ എടുത്ത് കൈ വെക്കാം. ഞാൻ പെൻഗുലറ്റിനെ പിടിച്ചത് നിങ്ങളെ കാണിച്ചില്ല, ഓൺലൈനിൽ ഗെയിൻ ചെയ്തപ്പോൾ പിടിച്ച്. കാറ്റീവ് വെച്ചിട്ട് പവർ കുറഞ്ഞിപ്പോൾ. എന്നിട്ട് കാറ്റീവ് ഇടാം. നമ്മുടെ ക്രിമിസ് നമ്മുടെ ഇവിടെ ആണോ ഇരിക്കുന്നത്? അയ്യോ ഒന്നില്ലേ, നോക്കട്ടെ ഗൈസ്. ക്രിമിസ് ഇതിൻ്റെ അകത്തല്ലേ? ഓക്കെ, ക്രിമിസ് ഇതിൻ്റെ അകത്തുണ്ട്. ക്രിമിസ് ഇപ്പോൾ പ്ലാന്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ പ്ലാന്റേഷൻ എങ്ങനെ പോകുന്നു? ഓ ഇതാണ്ട് ഗുമൂസ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. സോ ഗുമൂസ് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തോ സാധനം? കോൾഡോ? ഓ അവിടെ സീഡ് ഇടുക. അപ്പോൾ ഗുമൂസ് പ്ലാന്റ് ചെയ്യും ഗൈസ്. അപ്പോൾ ഗുമൂസ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ പ്രോസസ്സ് അങ്ങനെ നടക്കും. ഇവിടെ എത്ര പാൽ സ്പീഡ് ഉണ്ടാക്കി? 9. എനിക്ക് പിന്നെ വേറെ സ്പീഡ് കിട്ടി, മെഗാ സ്പീഡ്. അത് തറയെ വീണ് കിട്ടിയതാ. ഓക്കെ, അപ്പോൾ റഷോദിനെ കൊണ്ടുപോവാം നമുക്ക്. പിന്നെ ക്രിമിസിനെ എടുത്ത് മാറ്റാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിന് ഇട്ടാലോ നമ്മുടെ നോക്കട്ടെ ഫ്രണ്ട്സ്. ഗൈസ് എനിക്കിപ്പോൾ കുറേ വൂൾ ഓൾറെഡി കിട്ടുന്നുള്ളു. ഞാൻ ലംബാഡിനെ പിടിച്ചിടുക. ലംബാഡ് കുറച്ചും കൂടി വൂള് തരുമെന്ന് തോന്നുന്നു. നമുക്ക് ലംബാഡിനെ ഇടാം. ചിക്കിപ്പിയെ ഇനി വേണോ ഗൈസ്? ചിക്കിപ്പി കിടക്കട്ടെന്നാ. നമ്മുടെ പ്രത്യേകിച്ച് പാലില്ല. നമുക്കിനി റഷോദനെ പിടിച്ചിവിടെ ഇടാം ഗൈസ്. ചിക്കിപ്പിയെ മാറ്റിയിട്ട് റഷോദനെ ഇടാം നമുക്ക്. ഓ റഷോദിൻ്റെ പാസീവ് സ്കില്ലൊക്കെ ഭയങ്കര കുറവാണല്ലോ. റഷോദ് എന്തോ പണിയെടുക്കുക? ഓ ഇതാ ഇവിടെ പോയി കല്ല് പൊട്ടിക്കുന്നുണ്ട് റഷോദ്. ഓക്കെ, അപ്പോൾ അവർ കല്ല് പൊട്ടിക്കട്ടെ. നമുക്ക് പോയി പുതിയ പാൽസിനെയൊക്കെ പിടിച്ച് സെറ്റപ്പ് ചെയ്യണം. അതിന് മുമ്പ് ഈ സാധനം കണ്ടോ ഗൈസ്? ഇവിടെ നമുക്ക് വാട്ടറിങ്, നമുക്ക് റെസിപ്പി സെലക്ട് ചെയ്യാം. പാഡിയം ഫ്ലാഗ്മെൻറ്റ് ഒരു 13 ഇവിടെ മറ്റേ പെങ്കുലറ്റിനെ ഇറക്കി വിടണം. അയ്യോ ഞാൻ എവിടെ പറഞ്ഞു? പെങ്കുലറ്റാണ് ഇവിടെ വാട്ടർ ചെയ്യുന്നത്. അല്ലല്ല ടീഫൻ്റ് അല്ലേ വാട്ടർ ചെയ്യുന്നത്. അവനെന്താ വാട്ടർ ചെയ്യാത്ത ഗൈസ്? അവൻ വാട്ടർ ചെയ്യാൻ പാടില്ലേ? അവൻ വാട്ടർ ചെയ്യത്തില്ല. അവനെ പിടിച്ച് ഇവിടെ ഇടണോ? നമുക്ക് ടെക്നോളജി പോയിന്റ് ഇപ്പോൾ എന്തൊക്കെയാണ് അൺലോക്ക് ചെയ്യാനുള്ളത്? ഓക്കെ, ടെക്നോളജി. ഇവിടെ പുതിയ ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ അൺലോക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ 0 ടെക്നോളജി പോയിൻ്റേ ഉള്ളൂ. അതിന് മുമ്പേ നമുക്ക് ആരോസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാനിട്ടിട്ട് പോവാവേ. ഞാനൊന്ന് ആരോസൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പോയി നമ്മുടെ ചില്ലിയത്തിനെ പൊക്കണം. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് കുറച്ച് ആരോസൊക്കെ വേണം ഫ്രണ്ട്സ്. നമുക്ക് ഒരു ഫയർ ടൈപ്പ് ആരോ ഉണ്ട്. ഇവിടെ സാധാ ആരോ റെഡിയായി. നമ്മുടെ കയ്യിൽ ഒരു ഗിഗാ സ്പിയർ ഉണ്ട്, മെഗാ സ്പിയർ. ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്? നമുക്ക് പിന്നെ പുതിയ ഒരു ഔട്ട്ഫിറ്റ് അൺലോക്ക് ആയിരുന്നു. നോക്കട്ടെ ഔട്ട്ഫിറ്റ് എന്ത്? എനിക്ക് 2 എഗ്ഗൊക്കെ കിട്ടിയായിരുന്നു ഫ്രണ്ട്സ്. ആ എഗ്ഗൊക്കെ എങ്ങനെ ഇതേണ്ട്. ഓക്കെ, ഇതെടുത്തുകൊണ്ട് നമുക്ക് ബോഡിയുടെ സ്ഥലത്തിടാം. ഓക്കെ, അയ്യോ ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം? ഓക്കെ, ഇത് എനിക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ലൈഫ് കുറയുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് വേണ്ട, തൽക്കാലം ഇതിടാം. എന്തോ കുഴപ്പം പിടിച്ച ഔട്ട്ഫിറ്റാണെന്ന് തോന്നുന്നത് കേട്ടോ. നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാവേ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ കണ്ടോ നമ്മുടെ ബെറി പ്ലാന്റേഷൻ നമ്മുടെ കാറ്റീവുകൾ
കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അമ്പൊക്കെ കുറച്ച് കൂടുതലുണ്ട്, കുഴപ്പമില്ല. ഇതെന്ത് ഈ സാധനം കാണിക്കുന്നത്? നമുക്ക് മരമൊക്കെ ഇവിടുന്ന് ആരും വെട്ടുന്നില്ല. മരം വെട്ടുന്ന പാൽ ഏതായിരിക്കും? ഈ റഷോദൊന്നും മരം വെട്ടത്തില്ല. ഇവനെങ്ങോട്ടാടാ പോകുന്നേ? അവിടെ നിന്ന് ഇത് ചെയ്യാൻ പോവാ. സ്റ്റീഫൻ്റെ പണി കഴിഞ്ഞോ? ഇനിയിപ്പോൾ ഈ വേറെ പണി ചെയ്യാം. സ്റ്റീഫൻ്റെ പോവാ, അവിടെ വെള്ളം ഒഴുക്കി. അല്ല, ഇനി എവിടെ വെള്ളം ഒഴിക്കാനാ? ഇവിടെ വെള്ളം ഒഴിക്കണമെങ്കിൽ പോയി ഒഴിച്ചിട്ടോ. അവിടെ നിന്നു. അതിന് ജോലിയൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ പാരസ്വേത് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഇട്ടിരുന്നു. ഇതെന്താണ് പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തൂടെ കാറ്റുവേ? പിന്നെ ഞാൻ പയ്യെ ക്രാഫ്റ്റ് ചെയ്യുക. അതിനു മുമ്പ് എനിക്കൊരു അതെന്ത് സാധനം? ഒരു സാധനം കിട്ടിയിരുന്നു ഫ്രണ്ട്സ്. നമുക്കെന്തോ ട്രെയിനിങ് മാനുവൽ. അതാണ്ടിരിക്കുന്നു ട്രെയിനിങ് മാനുവൽ. അതെന്തോ സാധനം? നമുക്ക് നോക്കാവേ. ട്രെയിനിങ് മാനുവലോ? അതെന്തുവോ? നമുക്ക് പവർ കൂട്ടാൻ പറ്റുമായിരിക്കും പാൽസിൻ്റെ. ഇപ്രാവശ്യം ഞാൻ പെങ്കുലത്തിനാണ് ട്രെയിനിങ് മാനുവൽ കൊടുക്കുന്നത്. അവൻ കുറച്ച് പവറാവട്ടെ. ഇപ്പം നമ്മുടെ കയ്യിൽ പാർട്ടിയിൽ എന്തൊക്കെയുണ്ട്? ചിക്കിപ്പിയാ ഞാൻ എന്തോ കാണിച്ചത്? എൻ്റെ കയ്യിൽ പവർഫുൾ പാൽസ് ഇല്ല. റഷോദിനെ എടുത്താലോ? നമുക്കിപ്പോൾ അത്യാവശ്യം കല്ലൊക്കെ ഉണ്ട്. റഷോദിനെ എടുത്തേക്കാവേ. ചിക്കിപ്പി റഷോദിൽ നമുക്കിതിനെ ഇടാം. ഇത്രയും മതി ഗൈസ്. നമുക്ക് പോയിട്ട് പുതിയ പാൽസിനെ പിടിക്കാൻ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. അയ്യോ, തീ പിടിച്ചേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്ന് വേഗം തന്നെ ചില്ലിയേറ്റ ബോസിനെ പിടിക്കാൻ പോവാം. ഇത് എന്ത് കുന്താണ്? ഓക്കെ, നമുക്ക് പോവാം. ഇതിനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഓക്കെ, നമുക്ക് അമ്പ് ആരും എടുക്കും. എൻ്റെ മോനെ കാറ്റ് വീടുന്ന അതേ സാധനം പൊട്ടിച്ചിട്ടേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ പവർ കൂട്ടാൻ പറ്റും. ഇല്ല, ഇനി 2 ഇഫീജിയും കൂടി വേണം. ഇഫീജി അല്ല, ലിഫ്മങ് ഇഫീജി. ഓക്കെ, പെങ്കുലറ്റ് എവിടെയാ? ഓക്കെ, വാ. നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ ബോസിനെ പിടിക്കാൻ പോവാം. എൻ്റെ കയ്യിൽ ഫയർ ആരും ഉണ്ടോയെന്ന് നോക്കട്ടെ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, പക്ഷെ നമുക്ക് ഫയർ ആരോ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്ലെയിം ഓർഗൻ വേണം. അതാ ഫോക്സിനെ പിടിക്കണം. ഇനി അവനെ പിടിക്കണം. ഓക്കെ, ഇങ്ങോട്ട്. അയ്യോ, നിൽക്കടോ. നീ എന്തോ കല്ലും പൊട്ടിച്ചോണ്ടിരിക്കുന്നു? അയ്യോ, ഭാഗ്യമൊന്നും പറ്റിയില്ല. ഇവനെ വെച്ചുകൊണ്ട് നമുക്ക് പോകണം. ഇവൻ എന്ത് പതുക്കെ പോകുന്ന? ഒരു ജമ്പ് എടുക്കും. അവിടെ ഫോക്സ് ഉണ്ട്. നമുക്ക് ഫോക്സിനെ പിടിച്ച് കുറച്ച് ഫയർ ആരോ സെറ്റാക്കാവേ ഗൈസ്. നമുക്ക് ഒരു ഇത്യായിഡിയെന്ന് ഒരു സാധനത്തിനെ പിടിക്കണം. ഇച്ചിരി പാടാണ്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഡെഡ് ആവും കേട്ടോ. എനിക്ക് അറിയത്തില്ല. ഇവനെ മാക്സിമം പിടിക്കുമെന്ന് നോക്കാം. അടിച്ചോ. അയ്യോ, അവനെന്തേ? എൻ്റെ ലൈഫ് കാണാൻ വയ്യല്ലോ. ഓക്കെ, മതി. ഓക്കെ, കേറത്തില്ല. അടി ഒരടി കൂടി. ഓക്കെ, അയ്യോ ലൈഫ് കുറഞ്ഞു ഗൈസ്. ഇനി ഇറങ്ങിയാൽ കൊന്നോണം. അയ്യോ, ചത്ത് കേറ്. അയ്യോ, കേറ്. ഡിഫീറ്റ് ചെയ്ത് കേറ്. അയ്യോ ഡിഫീറ്റായ. കേറ്. എവിടെ? അയ്യോ, തീർന്നു. കത്തം ഇറങ്ങ. അയ്യോ, തീർന്നു ഗൈസ്. തീർന്നു. കൊല്ല് അവനെ കൊല്ല്. കേറ് അല്ലെങ്കിൽ തീരും. തീർന്നു. ഇതെന്ത് കഷ്ടമാണ്. ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. തീർക്ക്. ചിക്കിപ്പിയോ ഇവൻ്റെ ഒരു കാര്യം? തീർക്ക് ചിക്കിപ്പി. ചിക്കിപ്പി എന്തെങ്കിലും ചെയ്തു? ഇല്ല. ഓക്കെ, നമുക്ക് പോവാം. ഈ എക്തേഡിയനെ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പാൽസ്വേദം തീരാതായി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ ബോസിനെ പിടിക്കാൻ പോവാം. ഞാനൊന്ന് ഹീലാവട്ടെ ഫ്രണ്ട്സ്. റൈഡ് ഗൈസ്. അയ്യോ, എൻ്റെ മരം വെട്ടാൻ സമ്മതിക്കത്തില്ല ഇവന്മാർ. തീർത്തോണം. നമ്മുടെ ആൾക്കാരെ ഇറക്കി വിടാം. നമ്മുടെ ഈ ഫോക്സ് ഉണ്ടെങ്കിൽ ഇറക്കി വിടാം. ഇത് പാലം കണ്ടാണ് ഗൈസ് റൈഡ് വരുന്നത്. ആണോ? അമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പവർഫുൾ പാൽസിനെ എടുത്ത് ഇടാമല്ലോ നമുക്ക്. ഏതാ പവർഫുൾ? ഇതൊക്കെ പോരെ ഗൈസ്? മതി. കോഴിയെ മാറ്റിയിട്ടേ പ്രശോധന എടുത്തിടാം. അവൻ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. വരുന്നത് എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് അറ്റാക്കൊക്കെ ചെയ്തോണം. ചുമ്മാതെ ഇങ്ങനെ വായി നോക്കി ഇരിക്കല്ലേ. അയ്യോ, ഇവർ എവിടുന്നാ ഗൈസ് വരുന്നത്? മേളിൽ നിന്ന് അങ്ങോട്ട് പറന്നു വരികയാണ്. അയ്യോ, ഇതെന്താ പാലം കണ്ടാ ഗൈസ് വരുന്നത്? സീനാവോ? നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. എവിടുന്നാടെ വരുന്നത്? താഴെ വന്നു തോന്നുന്നു.
കത്തിച്ചോണേ ഫോക്സ് പാർക്ക്. അയ്യോ തോന്നുന്നു ടോക്കോയോ അതാ കത്തിക്ക് കത്തിക്ക്. ഇതാരാണ് റഷോദ്? ആ കത്തിക്ക്, നമുക്ക് പിടിക്കാൻ പറ്റും. അയ്യോ അയ്യോ എന്റെ പോലെ ഇതെന്തോ ബോംബോ? അയ്യോ ബോംബ്, അയ്യോ അയ്യോ ഇതെന്തോ സാധനം? ഇതെന്തോ ബോംബോ? ടോക്കോ നമുക്കിനെ പോലും പിടിക്കാൻ പറ്റില്ല. പാൽസിന് എന്തെങ്കിലും പറ്റുമോ? എല്ലാവർക്കും വിശപ്പായി. അതെന്തോ എന്നടേ. ഓ നമ്മൾക്ക് വെയിറ്റ് കൂടി. ഇതെന്താണ്? മനുഷ്യനൊന്ന് നേരത്തെ സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അത് സമ്മതിക്കത്തില്ല. ഇനി നമ്മൾ ചില്ലിയത്തിനെയാണ് പിടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ എന്തോ ഒരു റൈഡ്. ഓക്കെ ഇവിടെ സിൻഡിക്കേറ്റ് റൈഡോ? ഓക്കെ ഇവിടെ ഒരു പാലുണ്ട്, നമുക്കിവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഇതേത് പാലാ? നല്ല പാലാന്ന് തോന്നുന്നു. ഓക്കെ ഇത് മറ്റേ സിൻഡിക്കേറ്റ് ആൾക്കാരുടെ ബേസാണ്. ഞാൻ റൈഡിന് പോയി. ഓക്കെ സിൻഡിക്കേറ്റ്. ഓ വിക്സി നല്ല പാലായിരിക്കും. ഓക്കെ ഇവിടെ ആരാണ്ട് ഒളിച്ചിരിക്കുന്നത്? കൊല്ലൂടാ. അയ്യോ ഇതെന്താണ്? കുത്തി കൊല്ലടാ. അയ്യോ അസോൾട്ട് റൈഫിള്. അയ്യോ എൻ്റെ അനിയത്തിയെ കൊല്ലടാ. ഫോക്സേ കൊല്ല്. ഞാൻ ഇതിൻ്റെ ഇരിക്കട്ടെ. അയ്യോ ഇതിൻ്റെ കയറാൻ പറ്റത്തില്ല. കൊല്ലടാ ഫോക്സേ. ഞാൻ പിന്നെ പുതിയൊരു പാലിനെയും കൂടി പിടിച്ചായിരുന്നു. ഇനി വാ കൊല്ലടാ ഫോക്സേ. നോക്കിക്കൊണ്ടിരിക്കാതെ എന്നെ കൊല്ലല്ലേടാ ഫോക്സേ. ഓക്കെ ഫോക്സ് എല്ലാത്തിനെയും ഡിഫീറ്റ് ചെയ്തില്ലേ? നമുക്ക് ഓടാം. അയ്യോ രക്ഷിക്കണേ, ഞാൻ പാവാണേ. നമുക്കെന്തിനാ പുതിയ പാലിനെ കിട്ടി? ബിക്സി ആയിരുന്നോ എന്തോത്തിനെയോ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ചില്ലിയത്തിൻ്റെ ഏരിയയുടെ അടുത്ത് എത്തി. ഇവിടെ ടവറുണ്ട്. ഞാൻ പിന്നെ വേറൊരു പാലിനെയും കൂടി പിടിച്ചത്. ഇതാണ് നൈറ്റ് വിങ്. കണ്ടിട്ട് നല്ലൊരു പറക്കുന്ന സാധനമാണ്. ഇതാ കണ്ട ഇതിൻ്റെ സാഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങ് ചകചക്കാന്ന് പറക്കണം. അതാ ഇവിടാണ് ചില്ലിയറ്റ് വരുന്നത്. ഓക്കെ ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഓക്കെ ഇങ്ങനെ തിരിയണം. ഇപ്പോൾ നമ്മൾ ചില്ലിയറ്റിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് ഫൈറ്റ് തുടങ്ങാം ഗൈസ്. അതായത് ലൈക്ക് അടിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ ലോങ് ജേണി ആയിരിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് എത്തി. ഞാൻ കുറച്ച് പാൽസിനെ പിടിച്ച് ഇതാണ്ട് ഇത്താടിയത്. ഇവൻ നല്ല പവർഫുള്ളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഞാൻ ഇത്താടിയവന് ഇടുന്നുണ്ട്. പിന്നെ നൈറ്റ് വിങ് കിടക്കട്ടെ ഫ്രണ്ട്സ്. ഫോക്സ് പാർക്ക് കിടക്കട്ടെ. ഇത്താടിയത് ലെവൽ 9 കുഴപ്പമില്ല. ഞാൻ ഒരു ഫോക്സ് പാർക്കിനെയും കൂടി എടുത്തെങ്കിൽ അത് വേണ്ട. എനിക്ക് നൈറ്റ് വിങ് കിടക്കട്ടെ. ഓക്കെ ഇനി ലംബാർഡ് വേണ്ട ഫ്രണ്ട്സ്. എന്നിട്ട് ഞാൻ പുതിയൊരു പാലിനെയും കൂടി പിടിച്ച്. ഇവൻ്റെ പേരെന്തോ ടോം ബാറ്റോ അതെന്തോ സാധനം. ഇവനെയും കൂടി എടുത്തിട്ടേക്കാം. നല്ല പവർഫുൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഡേഡ് വിങ്, ഇവനെ നമുക്ക് ബേസിലിടാം. പണിയെടുക്കുന്ന പാലാണ്. നമുക്ക് ഈ ഒരു കാറ്റുവെ മാറ്റി ഡേവിനെ ബേസിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് പോയി പിടിക്കണം എവനെ നമ്മുടെ ബോസ് ഇതിനെ പിടിക്കാൻ പോകണം. സോ പറ്റുമെന്ന് നോക്കാം. കാരണം ഇടയ്ക്ക് വെച്ച് ഗെയിം അങ്ങ് ഗ്ലിച്ചായി. അതിന് മുമ്പേ ഞാൻ എൻ്റെ ആർമറൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്തേക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ ബോസിനെ പിടിക്കാൻ പോവുകയാണല്ലോ. അതെ നമുക്ക് പോവാവേ. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ചില്ലിയറ്റ് ബോസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് പാൽസൊക്കെ പവർഫുൾ ആയിട്ടുള്ളതിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പറ്റില്ലെന്ന് അറിഞ്ഞുകൂടാ. ഡെഡായ ഗൈസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഡെഡാവും. അതിന് സാധ്യത വളരെ അധികം കൂടുതലാണ്. ഇവിടെ ഫാസ്റ്റ് ട്രാവൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. എന്ത് ഡെഡായാൽ നമുക്ക് ഇങ്ങോട്ട് വരാമെന്നല്ലോ. ഇവിടെ കുറേ കയറ്റമൊക്കെ ഉണ്ട്. അയ്യോ എൻ്റെ മോനെ ഇതെന്തോ സാധനം. ഓക്കെ ഇങ്ങോട്ട് നമുക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ. സ്റ്റാമിന കൂടട്ടെ. ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു. ടാൻസിയെ പിടിക്കണം. ഇപ്പം തൽക്കാലം നമ്മുടെ ഈ ബോളില്ല ഗൈസ്. ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ? ഇതിൻ്റെ മേളിൽ കയറി നമ്മുടെ ചില്ലിയറ്റ് ബോസിൻ്റെ അടുത്തോട്ട് എത്താൻ പോവാണ് ഗൈസ്. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റുമില്ലെന്ന്. കാരണം ചില്ലിയറ്റ് നല്ല പവർഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതായിരിക്കും. 11 നമ്മുടെ ലെവൽ 10 ആയതേ ഉള്ളൂ. ഇത് നല്ല ബുദ്ധിയാണോ എന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞത്. എവിടെയാണ് ചില്ലിയറ്റ് വരുന്നത്? ഇവിടാണോ ഗൈസ്? ഞാൻ ചില്ലിയറ്റിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഗൈസ് ബോസ് ഫൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ. സോ നമുക്ക് വേഗം തന്നെ നടന്നു പോകുന്നു. ആ സാധനമാണ് ചില്ലിയറ്റ്. ആദ്യം തന്നെ നമ്മൾ ഡിയറിനെ ഇറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏതമ്പാ? ഓക്കെ ഇറക്കാം നമുക്ക്. ചില്ലിയറ്റ് നിൽക്കടാ ബോസേ, നിന്നെ ഇന്ന് പിടിച്ചിട്ടേ ഉള്ളടാ കാര്യം. ഓക്കെ ഫയർ ആയതോ. കത്തിക്കടാ. ഓക്കെ അയ്യോ ഡാമേജ് കൊടുക്ക്. ഓക്കെ അയ്യോ എൻ്റെ പൊന്നെ, നമ്മുടെ ഇത്തേടിയെന്ന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വാ.
അയ്യോ സൗണ്ട് കുറച്ച് നോക്കട്ടെ ഫ്രണ്ട്സ്. ഓക്കെ. അയ്യോ 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 കത്തിക്കട ഇത്തേടിയതേ. ഓക്കെ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഡിയത് പവറാ. അയ്യോ ഗെയിം ലാഗ് ആവല്ലേ, നമുക്കിവിടെ ഒളിച്ചിരിക്കാം. അയ്യോ ഡിയത് കത്തിക്കട ഡിയതേ കൊല്ലല്ല ഡിയതേ, നമുക്ക് പിടിക്കാനുള്ളതാണ് ഇവനെ. ഡിയതേ അറ്റാക്ക് ആയി. ഓക്കെ അയ്യോ 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 ഡിയതിൻ്റെ ഡാമേജ് ആയി. നമുക്കിപ്പോൾ ഇതിനെ ഇറക്കാം. ഫോക്സ് പാർക്ക് കത്തിച്ചോടാ. അയ്യോ ഫോക്സ് പാർക്ക് എന്നെ കൊല്ലാൻ സമ്മതിക്കല്ലേ. ഓ തീ പിടിച്ച് അവനെ നമുക്ക് കുറച്ചായിട്ട് അറ്റാക്ക് ചെയ്താൽ. അയ്യോ 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 അറ്റാക്ക് ചെയ്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. യെസ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് ബോസ് കില്ല് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ചിക്കി ക്ലൗഡ് ഗെയിമിംഗ് ആപ്പിൽ ആദ്യത്തെ ബോസ് ഫൈറ്റ് കഴിഞ്ഞു. എന്തൊക്കെയോ കുന്തമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ബോസ് ഫൈറ്റ് ഫസ്റ്റ് കഴിഞ്ഞ് ചില്ലിയറ്റിനെ പിടിച്ച് ഗൈസ്. ഓ ഫൈനലി എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ചില്ലിയറ്റ് എന്ന് പറഞ്ഞ ബോസിനെ പിടിക്കണമെന്ന്. നമ്മുടെ കളി നമ്മളിപ്പോൾ എത്രാമത്തെ ലെവലാണ് ഗൈസ്? ഓ ലെവൽ 11 അവൻ്റെ തന്നെ ലെവലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റിയ. നമ്മുടെ ഡിയർ ഭയങ്കര പവർഫുൾ ആട്ടോ. നമ്മുടെ നൈറ്റ് വിങ്ങിനെ ഇറക്കിയില്ല. ഇവിടെ പുതിയ പാലുണ്ട് ടോംബ്. ഇവനാരാ? എക്സ് കേൾക്കുമ്പോൾ അല്ല ഈ എക്സ് ഇവൻ്റെ അറ്റാക്കാണ്. ഓ സ്കാൻ ചെയ്യും ഇവൻ. കൊള്ളാലോ. നമുക്കിനി നമ്മുടെ ബേസിൽ പോകണം. ഏതൊക്കെ പാലുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ മറ്റേ മെഗാ ടാൻസി ഇറങ്ങടാ ടാൻസി. ഇനി നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവൂടാ. അയ്യോ നിൽക്കടാ ടാൻസി. അയ്യോ ടാൻസി നിൽക്കേ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്, നമ്മുടെ ചില്ലിയേറ്റിനെ കിട്ടിയില്ല. ഇനി നമ്മുടെ മാമത്തിനെയൊക്കെ ഈസി ആയിട്ട് പിടിക്കാതിരിക്കും. കേറും. ടാൻസി കുറയുന്ന കേറി. യെസ് കേസ്. ഇതെന്തുവാ? നീ ഇറങ്ങിച്ചല്ലേ അവനെ തീർക്ക്. ഇവൻ ഡാർക്ക് പാലാണ്. തീർക്കടാ. ഇവൻ എന്തോ കാണിക്കുന്നത്? ടാൻസിയെ തീർത്ത്. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ചില്ലിയേറ്റിനെ എടുത്ത് വെച്ച് നോക്കാം ഗൈസ്. പവർഫുൾ ആണെന്ന് തോന്നുന്നു. സോ നമ്മുടെ ചില്ലിയേറ്റിനെ പിടിച്ച് ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ബേസിലോട്ട് പോവാം ഗൈസ്. ഫൈനലി നമ്മുടെ ചില്ലിയേറ്റ്. അതാണ്ടിരിക്കുന്നത് നമ്മുടെ ബോസ് കുട്ടൻ ചില്ലിയേറ്റ്. നമുക്ക് ആരെ മാറ്റണം? നമ്മുടെ ഒരു ഫോക്സ് പാർക്കിനെ മാറ്റിയാലോ? ഇവന് പെങ്കുലറ്റിനെ മാറ്റാം ഫ്രണ്ട്സ്. അതിനെ മാറ്റിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. നമ്മുടെ ഈ വിക്സി ഇവൻ നല്ല പാലാ. സോ നമുക്ക് ആരെ മാറ്റണം? നമുക്ക് ഇവനെ മാറ്റി. ഇവൻ തിന്നുകൊണ്ടിരിക്കുമോ? ഇവൻ നമുക്ക് എന്തൊക്കെയോ ചെയ്തു തരും. പിന്നെ ടാൻസി ഇവൻ ലംബറിങ് ചെയ്യും. സോ നമുക്ക് ആരെ മാറ്റണം? ക്യാറ്റുവേ മാറ്റിയിട്ട് ഇവനെയും വെക്കാം. നമ്മുടെ ബേസ് ഇപ്പോൾ പവർഫുള്ളായി വരും. ഓക്കെ ലെറ്റ്സ് ഗോ. എങ്ങോട്ടാണ് പോകുന്നത്? ഇവൻ വെള്ളം ഒഴിക്കുന്ന പാലം കണ്ട ചില്ലിയേറ്റ് കുട്ടൻ. ഇവനെ കുത്താൻ പറ്റില്ലല്ലോ. ഇനി ഇവനെ കുത്താൻ പറ്റില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ആളാ. ഡ്രാഗൺ പാലം കണ്ട നമ്മുടെ കയ്യിൽ തീയാഴമൊക്കെ ഉള്ളത് നന്നായി. അപ്പോൾ ടാൻസ് ഇതാ കണ്ടോ മരം വെട്ടും. അവിടെ പോയി മരം വെട്ട്. ഇവനെന്താ ഇവിടെ മരം വെട്ടുന്നത്? ഇവൻ എടുക്കാൻ പറ്റും? ഇല്ല. നമ്മുടെ റഷോദം നല്ലപോലെ മൈൻ ചെയ്യും. സോ നമ്മുടെ ആദ്യത്തെ പാലിനെ പിടിച്ച് ഇവനെ കണ്ടോ? ഇവൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇവനെ നമുക്ക് സ്കാനൊക്കെ ചെയ്യാൻ പറ്റും. എവിടെ ഏത് പാലോട് സ്കാൻ ചെയ്ത് തരും. കണ്ടോ മേളിക്ക് ആക്റ്റീവ് അതിനെയൊക്കെ കാണിച്ചു തരും. പിന്നെ നമ്മുടെ ഇവന് നമുക്ക് സാഡിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയാലോ? സാഡിൽ ഹോട്ട് സ്പ്രിങ് വെക്കണം ഫ്രണ്ട്സ്. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിമിറ്റീവ് ഫർണസ് വെക്കാൻ പറ്റുമോ? ഒരു കുന്തവും ഇല്ല നമ്മുടെ കയ്യിൽ. ഹോട്ട് സ്പ്രിങ് എവിടെ? ഓക്കെ ഹോട്ട് സ്പ്രിങ് വെക്കാൻ എന്തൊക്കെ വേണം? പാൽ ഫ്ലൂയിഡ് അതെൻ്റെ കയ്യിലുണ്ട് ഗൈസ്. അത് ഇവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. പാൽ ഫ്ലൂയിഡ് ഇവിടെ ഉണ്ട്. ഇല്ല ഇവിടെ ഉണ്ട്. യെസ് താണ്ടിരിക്കുന്നത്. 2 ഉള്ളൂ. 2 മതിയായിരിക്കത്തില്ലേ? ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഗുണമൊക്കെ ഉണ്ട്. ഇതെന്തോ മുടിയോ എന്തോ സാധനം? പ്ലഷ്യസ് പ്ലേറ്റോ? നമുക്കപ്പോൾ ഇനി വുഡ് സെറ്റ് ചെയ്തിട്ടേ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാവേ. നമുക്ക് വുഡ് ഇവിടുന്ന് കിട്ടും. ഓക്കെ വുഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കല്ലും കൂടി എടുത്തിട്ട് നമുക്ക് കുളിക്കുന്ന സെറ്റപ്പ് പണിയാവേ.
ഓക്കെ ഫ്രണ്ട്സ്, സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആക്കി നമ്മുടെ ബോസ് ചില്ലിയത്തിനെയൊക്കെ പിടിച്ച്. സോ ഞാൻ ഭയങ്കര സന്തോഷമാണ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേര്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.